മകന്റെ ദുരൂഹ മരണത്തിൽ പഞ്ചാബ് മുൻ DGP മുഹമ്മദ് മുസ്തഫയ്ക്കും ഭാര്യയ്ക്കുമെതിരായ കേസ് SIT അന്വേഷിക്കും. ഹരിയാന പോലീസാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. ബാലഗോപാൽ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ബാലഗോപാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എന്താണ്? ഈ SITയെ നിയോഗിക്കാനുണ്ടായ കാരണവും വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കും ബാലഗോപാൽ. മോത്തി, മകന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് മുൻ DGP ആയ മുഹമ്മദ് മുസ്തഫയ്ക്കും ഭാര്യ റസിയ സുൽത്താനയ്ക്കും മറ്റ് 2 പേർക്കുമെതിരായി എടുത്ത കേസിന്റെ അന്വേഷണമാണ് ഇപ്പോൾ SITക്ക് കൈമാറിയിരിക്കുന്നത്. ഹരിയാന പോലീസാണ് ഈ കേസിന്റെ അന്വേഷണത്തിനായി പ്രത്യേക SIT രൂപീകരിച്ചിരിക്കുന്നത്. ACPയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഈ SITക്ക് നേതൃത്വം നൽകുന്നത്. ഒക്ടോബർ 16-നാണ് മുഹമ്മദ് മുസ്തഫയുടെ മകൻ അഖിൽ അക്തർ ഹരിയാനയിലെ പഞ്ച്കുലയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണമടയുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു അബോധാവസ്ഥയിൽ ഈ അഖിൽ അക്തറിനെ കണ്ടെത്തുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകിയാണ് ഉണ്ടായത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ അഖിൽ അക്തറിൻ്റേത് എന്ന് പറയുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം തൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും തൻ്റെ പിതാവായ പഞ്ചാബ് മുൻ DGP കൂടിയായ മുഹമ്മദ് മുസ്തഫയും തൻ്റെ ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്നും ഇത് അറിഞ്ഞതിന് ശേഷം തനിക്ക് മാനസികമായ കടുത്ത സമ്മർദ്ദമായിരുന്നുവെന്നും ഒക്കെ എന്ന കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പഞ്ചാബിൽ നിന്നുള്ള ഒരു വ്യക്തി ഹരിയാനയ്ക്ക് പോലീസിന് ഈ കേസ് പരാതി നൽകിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹരിയാന പോലീസ് പഞ്ചാബ് മുൻ ഈ DGP ആയ മുഹമ്മദ് മുസ്തഫ, ഭാര്യ റസിയ സുൽത്താന, അവരുടെ മരുമകൾ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുഹമ്മദ് മുസ്തഫ ഇപ്പോൾ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. കാരണം അദ്ദേഹം 2022-ൽ DGP പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ സജീവമായ അംഗമായി മാറുകയായിരുന്നു. ഈ മുഹമ്മദ് മുസ്തഫയുടെ ഭാര്യ റസിയ സുൽത്താന പഞ്ചാബിൽ മുമ്പ് കോൺഗ്രസ് സർക്കാരിന്റെ സമയത്ത് മന്ത്രിയായിരുന്നു. 3 തവണ അവർ MLA ആകുകയും ചെയ്തിരുന്നു. ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണ് എന്നും ഈ പോലീസിന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തതിൽ തെറ്റില്ല, പക്ഷേ അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിക്കുമെന്നുമാണ് ഇപ്പോൾ മുഹമ്മദ് മുസ്തഫയും ഭാര്യ റസിയ സുൽത്താനയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്.